ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ 3 കമ്പാണ് വേണ്ടത്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ താഴെയായിട്ട് വട്ട നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വട്ടയിൽ നിന്ന് 3 വട്ടക്കമ്പ് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്നേക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന കേട്ടോ ചേച്ചിയുടെ മമ്മി ലിസി മമ്മിയും പിന്നെ ചേച്ചിയുടെ കൊച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വട്ടക്കമ്പ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ടോട്ടൽ കിട്ടിയത് 2 വട്ടക്കമ്പും പിന്നെ ഒരു പേരകത്തിൻ്റെ കമ്പ് കിട്ടിയത്. ഏകദേശം ഒരേ വലുപ്പമുള്ള 3 കമ്പുകൾ കിട്ടി നമുക്ക്. ചേച്ചിയുടെ വീട്ടിൽ ചാച്ചനും അമ്മച്ചിയും പിന്നെ പപ്പായും മമ്മിയും പിന്നെ 2 ചേച്ചിമാരുമാണ് ഉള്ളത്. ചേച്ചിമാരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള 3 കമ്പ് ഇവിടുന്ന് തന്നെ കിട്ടിയേ. ചേച്ചിയുടെ വീടിൻ്റെ താഴെയായിട്ട് റെയിൽവേയുടെ ട്രാക്ക് പോകും നമുക്ക് കാണാം. ഇത് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് നമുക്ക് ഈ 3 മരവും ചേട്ടയും മറ്റു ചെത്തി മിനുക്കി എടുക്കുന്നുണ്ട്. ചെത്തി മിനുക്കി നമുക്ക് ആവശ്യം വേണ്ട ഇതനുസരിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ അമ്മച്ചിയും ചാച്ചനും കൂടി വന്ന് നിന്ന് എന്നിട്ട് അവരവരുടെ പഴയ ക്രിസ്മസിൻ്റെ ഓരോ കഥകളും പുൽക്കൂട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അമ്മച്ചി അവിടെ നിന്ന് പറയുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് അതിലൊരു വന്ദേ ഭാരത് വന്നു കേട്ടോ. സമയം ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വന്ദേ ഭാരത് ഉണ്ട്, സ്പെഷ്യൽ ട്രെയിൻ വല്ല ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ട്രെയിൻ കണ്ടു കേട്ടോ. വന്ദേ ഭാരതായിരുന്നു അവിടെ നിന്നപ്പോൾ കണ്ട ആദ്യത്തെ ട്രെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടോം പപ്പ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ചേച്ചിയുടെ പപ്പയാട്ടോ. ഇതാണ് ചേച്ചിയുടെ അപ്പച്ചൻ. ചേട്ടാ അതൊക്കെ അവിടെ ചെയ്ത് കറക്റ്റ് നമുക്ക് വേണ്ട ഏകദേശം ഒരു കണക്കനുസരിച്ച് ചേട്ടായി അത് 3 മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡെമോ പോലെ ചേട്ടായി വെച്ച് നോക്കുന്നുണ്ട്. ചാച്ചനും അമ്മച്ചിക്ക് പറയുമായിരുന്നു അവരുടെ പഴയ കാലത്ത് എപ്പോഴും ക്രിസ്മസിന് സമയമ്പോൾ കൂട്ടുകാരൊക്കെ കൂടി പോയിട്ട് കുറേ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വരും, കമ്പ് വിട്ട്, അതൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡായിട്ട് മേടിക്കുക, എന്നിട്ട് അതെല്ലാം വെക്കുക. അവരൊക്കെ ചെയ്ത പോലത്തെ രീതിയിലൊന്നും ഇപ്പം ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ചേച്ചിയുടെ വീട്ടിലെ പട്ടി പ്രസവിച്ചു കേട്ടോ. ജൂഡി പ്രസവിച്ച് 3 കുഞ്ഞു പട്ടികൾ. എനിക്ക് പട്ടീനെ ഭയങ്കര പേടിയാണ്, പക്ഷേ എനിക്ക് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേട്ടാ എന്നെ ചുമ്മാ അതിനെ വെച്ചിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്ത 2ാമത് ട്രെയിനും വന്നു കേട്ടോ. ചേച്ചിയുടെ വീട്ടിലെ ജൂഡിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അതിനിവർ പേരിട്ടേക്കുന്ന ലിയോ, ബിൽബോ പിന്നെ സിംബ. നല്ല പേരല്ലേ? എൻ്റെ ഇൻട്രോയിലുള്ളത് ഇപ്പം ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നതും ബിൽബോനെയാണ്. എനിക്ക് ആ പട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ ഇറക്കൊക്കെ കണ്ടപ്പോൾ ചുമ്മാ കൈ പിടിച്ച് ഓടി കളിക്കുമായിരുന്നു. ഞങ്ങൾ ഓടുന്ന കണ്ടപ്പോൾ ചേട്ടായി ഞങ്ങളുടെ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് ഓടി തന്നെ വരുന്നുണ്ട്. എനിക്ക് ചേച്ചിയുടെ വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഫുൾ പറമ്പും പിന്നെ എപ്പോഴും ട്രെയിൻ കാണാം, പിന്നെ അതിൽ നടക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട് ശരിക്കും റോഡിൻ്റെ സൈഡിലാണ്. എപ്പോഴും വണ്ടിയും ബഹളമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നടക്കാൻ പറമ്പോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പറമ്പിലൊക്കെ പോവുകയും അതിലൊക്കെ നടക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചാച്ചനും അമ്മച്ചിയും ഉണ്ട്. അപ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചി അവർ ഓരോ മറ്റേ മുളകൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവർ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്ന അവിടെ ഫുൾ മറ്റേ മുളക് നട്ടു വെച്ചേക്കുക. എൻ്റെ അകത്ത് നിറച്ച് മുളകുണ്ടായി നിൽപ്പുണ്ട്. ഞാനൊരു 5ാം ക്ലാസ് 8ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ എൻ്റെ വീട്ടിലും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ മറ്റേ ഉണ്ണീശപ്പുല്ലൊക്കെ പറിച്ചു, പുറകിലത്തെ പറമ്പിൽ നിന്ന് ഉണ്ണീശപ്പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കസിൻസൊക്കെ എല്ലാവരും കൂടി ആയിട്ട് പുൽക്കൂട് കെട്ടും, ട്രീ ഉണ്ടാക്കും. പിന്നെ ക്രിസ്മസിനൊക്കെ ഭയങ്കര ബഹളമായിരിക്കും, എല്ലാവരും കൂടി കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കസിൻസ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ച് പോയി. പിന്നെ കുറേ പേര് പുറത്താണ്. അങ്ങനെ എല്ലാവരും ഒന്ന് കൂടിയിട്ടുള്ളൊരു ക്രിസ്മസ് ഇപ്പോൾ ഇല്ല. ഞങ്ങളാണ് ഇന്ന് ട്രീക്ക് വേണ്ട 3 കമ്പും വെട്ടി. പിന്നെ കുറേ നേരം ആ പറമ്പിൽ കൂടെയൊക്കെ കുറേ നേരം നടന്നു, കുറച്ച് വീഡിയോസ് എടുത്തു. ഞങ്ങൾ
ഞാൻ ആദ്യമായിട്ട് ഇവർ കല്യാണത്തിൻ്റെ സമയത്ത് ഫോട്ടോഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആ താഴത്തുകൂടി പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ അധികം ആ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. ഇന്ന് കുറേ ഞങ്ങൾ 3 പേരും കൂടി അവിടെ ഫുൾ കറങ്ങി നടന്ന്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അടുത്ത പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.